3 മാസത്തെ തെരച്ചിലിൽ 287 ശരീരഭാഗങ്ങളാണ് ചാലിയാറിൽ നിന്നും കണ്ടെത്തിയത്. ഇതിൽ 20 എണ്ണം മാത്രമാണ് പൂർണ്ണമായ മനുഷ്യ ശരീര രൂപത്തിലുണ്ടായിരുന്നത്. സമീർ ബിൻ കരീം ചാലിയാർ തീരത്ത് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. അന്നും ഇതുപോലെ ഒരു ദിവസമായിരുന്നു. ചാലിയാർ ഇത്ര ശാന്തമായല്ല അന്ന് ഒഴുകിയിട്ടുണ്ടായിരുന്നത്. കുത്തിയൊലിച്ചു വരുന്ന ചാലിയാറിൽ നിന്നും 237 മനുഷ്യ ശരീരങ്ങളാണ് ഓരോ മനുഷ്യന്മാരും പെറുക്കിയെടുത്തിരിക്കുന്നത്. അന്ന് ആദ്യം കാണുന്നത് ആദിവാസി കുടുംബങ്ങളാണ്. അവർ പതിവ് പോലെ ഈ മീൻ പിടിക്കാനായി ചാലിയാറിൻ്റെ കരയിലേക്കും തീരത്തേക്കും എത്തിയതായിരുന്നു. അപ്പോഴാണ് ഓരോ മൃതദേഹങ്ങളായി ഒഴുകി വരുന്നത് ഈ മനുഷ്യരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നാലെ മൃതദേഹങ്ങൾ കൂടുമ്പോഴൊക്കെ അവർക്ക് മനസ്സിലായി എവിടെയോ എന്തോ ദുരന്തം സംഭവിച്ചു എന്ന്. അങ്ങനെ അവർ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. ഓരോ മനുഷ്യ ശരീരവും ഈ ആദിവാസി കുടുംബങ്ങൾ അവർ ചേർത്ത് വെച്ചു, അവർ കരക്കടുപ്പിച്ച് അവർ മാറ്റിവെച്ചു എന്നുള്ളതാണ്. അങ്ങനെ പിന്നീട് ഇങ്ങനെ ചാലിയാറിൻ്റെ ഓരോ തീരങ്ങളിൽ നിന്നുമായി ശരീരങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരുന്നു. പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്ന മുണ്ടേരി, മമ്പാട് അങ്ങനെ തുടങ്ങി ഏതാണ്ട് ഒരു 5-8ഓളം കടവുകളിൽ നിന്നൊക്കെ തന്നെ ഈ ശരീരഭാഗങ്ങൾ കിട്ടി എന്നുള്ളതാണ്. ഈ മുണ്ടക്കയിൽ ചൂരൽമല ഭാഗത്ത് നിന്നും 16 കിലോമീറ്ററോളം ഈ സഞ്ചരിച്ചു കൊണ്ടാണ് ഈ ചാലിയാറിൻ്റെ നിലമ്പൂരിലെ മുണ്ടേരിയിലെ തീരത്തേക്ക് ഈ ശരീരങ്ങൾ എത്തിയത് എന്നുള്ളതാണ്. ഈ പലവിധ വെള്ളച്ചാട്ടങ്ങളൊക്കെ തന്നെ കടന്നു പോകുന്ന സമയത്താണ് മനുഷ്യ ശരീരങ്ങളൊക്കെ തന്നെ കാണാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്നൊരവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ പാതി മുറിഞ്ഞു പോയ മനുഷ്യ ശരീരങ്ങൾ, കുഞ്ഞു ഉടലുകൾ, കരളുകളൊക്കെ തന്നെ അന്നത്തെ ദയനീയമായ കാഴ്ചകളിൽ ഒന്നായിരുന്നു. കഴിഞ്ഞ ജൂലൈ 30 ഇപ്പോഴും ഒരിക്കലും നമുക്ക് ആർക്കും അതിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ആളുകൾക്ക് ആർക്കും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്. കോളനിയിൽ നിന്ന് സുധ എന്ന് പറഞ്ഞ ആ ഒരു ചേച്ചി വിളിക്കുകയുണ്ടായി മെമ്പറെ. ഇവിടെ പുഴേൻ്റെ അതായത് രാവിലെ ആയപ്പോഴേക്കും കുറച്ച് വെള്ളം വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുഴയുടെ സൈഡിൽ പട്ടികൾ എന്തൊക്കെയോ കടിച്ച് വലിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ആളുകളുടെ മനുഷ്യരുടെ കൈയും കാലും ഇതൊക്കെയാണ്. ഞങ്ങൾക്കിത് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലോടുകൂടിയാണ് വിളിക്കുന്നത്. അതിൻ്റെ പുറകെ ഇതാക്കിയേക്കണം കുനിപ്പാല ഒരു ചെറിയ കുട്ടിയുടെ ശരീരം കിട്ടുന്നു. അപ്പോഴാണ് ഈ ഒരു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടതാണെന്ന് പിന്നീടാണ് നമ്മളിത് അറിയുന്നത്. അന്ന് ചാലിയാർ പുഴ ഒരു ചാവ് പുഴയായി മാറി എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അന്ന് ഇവിടെ പാലം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ പുഴയ്ക്ക് അക്കരെയുള്ള വനമേഖലയിൽ നിന്നും ലഭിക്കുന്ന ശരീരഭാഗങ്ങളൊക്കെ തന്നെ ആദ്യം ചുമന്നുകൊണ്ട് ഇവിടുത്തെ വനം വകുപ്പിൻ്റെ ഓഫീസിലെത്തിക്കുന്നു. അവിടെ നിന്ന് ട്രാക്ടറിലാണ് ഈ പുഴയുടെ ഓരത്തേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്ന് ആദിവാസി കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ചങ്ങാടം വഴി കടുത്ത കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തെ അതിജീവിച്ചുകൊണ്ട് ചങ്ങാടം വഴിയാണ് ശരീരങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ച് അത് പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും തന്നെ മറക്കാൻ കഴിയാത്ത ഒരു ഓർമ്മകളാണ് ഈ ചാലിയാർ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഈ ദുരന്തം എന്നുള്ളതാണ്. ഈ കവളപ്പാറ ദുരന്തം കണ്ട ഈ നിലമ്പൂരുകാർക്ക് ഇത് ഒട്ടും തന്നെ അത്ഭുതപ്പെടാനില്ലെങ്കിൽ പോലും പക്ഷേ അന്നത്തെ ഓർമ്മകൾ കവളപ്പാറയേക്കാൾ പ്രയാസമായിരുന്നു എന്നുള്ളതാണ് ഈ മനുഷ്യർ നമ്മളോട് പറയുന്നത്. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.